നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഡ്രോയിങ്ങിൽ റിയലിസ്റ്റിക് ആയിട്ട് കണ്ണുകൾ വരയ്ക്കാനും അതേപോലെ തന്നെ നോസിൻ്റെ പോർഷൻ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ലിപ് ഡ്രോയിങ്ങും അതേപോലെ തന്നെ മീശ ഇതൊക്കെ സ്കിന്നിൻ്റെ ഈ ഒരു പോർഷനൊക്കെ വരയ്ക്കാനായിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം ഒരു ട്യൂബി പെൻസിൽ എടുക്കുക. എന്നിട്ട് നമുക്ക് ലിപ്പിൻ്റെ ഈ ഒരു പോർഷൻ ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം. ഇതുപോലെ പെൻസിൽ നല്ലപോലെ ലൈറ്റ് പ്രഷറിൽ ഹോൾഡ് ചെയ്തിട്ട് വേണം ഷെയ്ഡ് കൊടുക്കാനായിട്ട്. ഞാൻ പെൻസിൽ മേലെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡ് ഭാഗം കൊണ്ടാണ് ഞാനിപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നത്. പെൻസിൽ ഒരിക്കലും കുത്തനെ പിടിച്ചിട്ടല്ല ഞാനിപ്പോൾ ഷെയ്ഡ് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ ലൈറ്റായിട്ട് കവർ ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ HB പെൻസിലും യൂസ് ചെയ്യാം, ലൈറ്റ് പ്രഷർ കിട്ടാനായിട്ട്, ലൈറ്റ് ടോൺ കിട്ടാനായിട്ട്. ഓക്കെ, ലിപ്പ് കവർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മീശയുടെ പോർഷൻ ചെയ്യുന്നത്. അപ്പോഴാണ് കുറച്ചുകൂടെ ഒരു ഡെപ്ത് കിട്ടുക. ഇനി ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2B പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് ഈ ഒരു കട്ടിങ് നമ്മൾ നല്ലപോലെ മാർക്ക് ചെയ്തെടുക്കണം, ആ ലിപ്പിൻ്റെ ഈ ഒരു ഭാഗം. ഓക്കെ, മിഡിൽ പോർഷൻ ഇവിടെ നല്ല ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് അതിനനുസരിച്ച് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് നല്ലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുക. ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ നല്ലപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ലെയർ ആയിട്ട് ഇപ്പോൾ 2B ആണ് യൂസ് ചെയ്യുന്നത്. ഇനി താഴത്തെ ഒരു ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് കൂടി ഡാർക്ക് കൊടുക്കണം. കുറച്ചുകൂടെ ഡെപ്ത്, അതായത് പ്രഷർ കുറച്ച് കൂട്ടി ഷെയ്ഡ് കൊടുത്താൽ മതിയാവും. ആ സെയിം പെൻസിൽ തന്നെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ടോൺ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തു. ഇനി മിഡ് ടോൺ വേണ്ട ഭാഗത്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. സെയിം പെൻസിലാണ്, പക്ഷേ പ്രഷർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിൽ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
ഇനി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ചെറിയൊരു ഏറ്റവും സൈസ് കുറഞ്ഞ സ്മഡ്ജിങ് സ്റ്റെമ്പ് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതിൻ്റെ ഒരു ഫോം എന്താ പറയുക, ആ ലിപ്പിൻ്റെ അത് എന്താ പറയുക ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാവും. അത് നമ്മൾ അതിനനുസരിച്ച് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി വരിക. അത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റായിട്ടായിരിക്കും കാണുന്നത്, 2D ആയിരിക്കും. എന്നാൽ നമുക്ക് വേണ്ടത് 3D ആണ്. ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ സ്മൂത്തായിട്ട് കിട്ടുമ്പോഴാണ് 3D എഫക്റ്റ് കാണാനായിട്ട് പറ്റുക. നമ്മൾ കഴിയുന്ന അത്രയും സമയം എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. ലിപ് ഡ്രോയിങ്ങിൻ്റെ ഇടയിൽ നോക്കുക, ലൈറ്റ് ടോൺ ഞാൻ അങ്ങനെ തന്നെ ഒഴിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ലൈറ്റ് ടോൺ ഉണ്ട്, മിഡ് ടോൺ ഉണ്ട്, പിന്നെ ഒരു കട്ടിങ്ങിൽ ഡാർക്ക് ടോൺ മെൻഷൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മീശയുടെ പോർഷൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. മഷി തീർന്ന പേന എടുക്കുക. ഇൻഡൻറ്റിങ് മെത്തേഡാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഓക്കെ, ഹൈലൈറ്റ് വേണ്ട ഭാഗങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മഷി തീർന്ന പേന യൂസ് ചെയ്ത് ഓരോ ഹെയർസായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കണം. മീശയുടെ ഓരോ ഭാഗത്തും ഹൈലൈറ്റ് എന്താ പറയുക പ്രകാശം അടിക്കുന്ന ഭാഗത്ത് വൈറ്റ് ഹെയർസായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറേസർ മെത്തേഡും യൂസ് ചെയ്യാം. ഞാൻ രണ്ടും കാണിക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, ആദ്യം ഇൻഡൻറ്റിങ് മെത്തേഡ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇനി 2B എടുക്കാം. എന്നിട്ട് ഓരോ ഹെയർസായിട്ട് മീശയിൽ കാണുന്ന അതിൻ്റെ ഡയറക്ഷൻ നോക്കുക. നമ്മൾ ഐബ്രോ ചെയ്ത പോലെ, ഹെയർസ് ചെയ്ത പോലെ അതിൻ്റെ ഡയറക്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് അതിൻ്റെ ഫ്ലോ, അതിനനുസരിച്ച് ഓരോ ഹെയർസായിട്ട് മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോവാം. ഇത് പലരും കട്ടിയിൽ ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് വെക്കാറുണ്ട്, ചാണം തേക്കുന്ന പോലെ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഓരോ ഹെയർസായിട്ട് തന്നെ മാർക്ക് ചെയ്ത് മുമ്പോട്ട് പോകണം. സമയമെടുക്കുക. ഓക്കെ, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്ന് വിചാരിച്ച് ഒന്നാകെ ഇങ്ങനെ ഉരച്ചുരച്ച് കൊണ്ടുപോകാൻ പാടില്ല. ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഓരോ ഹെയർസായിട്ട് ഡയറക്ഷൻ നോക്കി മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ഭാഗം കവർ ചെയ്തെടുക്കുക. ഈ ഒരു ഭാഗത്ത് ഹെയർസ് മാർക്ക് ചെയ്യാം. ഓരോ ലൈൻസായിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ സൂം ചെയ്ത് നോക്കാം. ഞാൻ പരമാവധി ഞാനിപ്പോൾ സൂം ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഫസ്റ്റ് ലെയർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് സൈഡ് ചെയ്ത പോലെ തന്നെ റൈറ്റ് സൈഡ് ഭാഗത്തും കവർ ചെയ്തെടുക്കണം. ഓരോ ഹെയർസ് നോക്കി ഡയറക്ഷൻ നോക്കി ഓരോന്നോരോന്നായിട്ട് മാർക്ക് ചെയ്തെടുക്കുക. 2B പെൻസിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വരയ്ക്കുമ്പോൾ നല്ലപോലെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും.
ഇനി ഫസ്റ്റ് ലെയർ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻഡൻറ്റിങ് മെത്തേഡ് യൂസ് ചെയ്ത ഭാഗത്ത് ഒരു വൈറ്റ് ഹെയർസ് നമുക്കിപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോൾ പ്രത്യേകം എടുത്ത് കാണാൻ പറ്റും. മഷി തീർന്ന പേന വെച്ച് നമ്മൾ അമർത്തി മാർക്ക് ചെയ്ത് വെച്ച ഭാഗത്തൊക്കെ ഷെയ്ഡ് കൊള്ളില്ല. അവിടെ പേപ്പർ വൈറ്റ് ഒഴിച്ചിട്ട് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ഷേപ്പ് നോക്കി ഞാൻ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ആ ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ബ്രഷല്ല, ഈ ഒരു പേപ്പർ സ്റ്റമ്പ് നിങ്ങൾ യൂസ് ചെയ്യണം പോർട്രേറ്റ് സ്റ്റഡിയിൽ. വലിയ പേപ്പർ സ്റ്റമ്പ് ആവശ്യമുണ്ട് കവിൾത്തടം ഇതൊക്കെ മാർക്ക് ചെയ്യുന്ന സമയത്ത്, ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത്. ഇതുപോലെയുള്ള ഏരിയാസൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ പേപ്പർ സ്റ്റമ്പാണ് നല്ലത്. ഇനി 6B പെൻസിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് വേണ്ട ഭാഗങ്ങൾ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് ഷെയ്ഡ് കൊടുക്കുക. ഇനി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഹെയർസ്, അതേപോലെ തന്നെ മസ്താഷ്, ബിയേർഡ്, ഇതൊക്കെ ചെയ്യുമ്പോൾ ലെയർ ബൈ ലെയർ ആയിട്ട് തന്നെ വരക്കുന്നതായിരിക്കും കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുക. ഫസ്റ്റ് ലെയർ നിങ്ങൾക്ക് ഏറ്റവും കട്ടി കുറഞ്ഞ പെൻസിൽ ഉപയോഗിക്കാം. സെക്കൻഡ് ലെയർ കുറച്ചുകൂടെ കട്ടി കൂടിയ പെൻസിൽ ഉപയോഗിക്കാം. അങ്ങനെ HBയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ അത്രയും ബെറ്റർ ആണ്. ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ലെയർ HB ചെയ്തു, പിന്നെ 2B ചെയ്തു, പിന്നെ 4B ചെയ്തു, പിന്നെ 6B ചെയ്തു, പിന്നെ 8B, പിന്നെ 10B, പിന്നെ 12B. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എന്താ പറയുക, നല്ല ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഷെയ്ഡിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. നല്ല സമയം ആവശ്യമാണ്. ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുള്ള പോർട്രേറ്റ് സ്റ്റഡിയിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹൈപ്പർ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡ്രോയിങ്സ് ചെയ്യിപ്പിക്കും. ഇനി ഒരു ഭാഗം നോക്കുക. ലെഫ്റ്റ് സൈഡ് ഭാഗത്തെ മീശയുടെ ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് കവർ ആയിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ഭാഗത്തും ഡാർക്ക്നെസ് നോക്കി 6B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി അത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് 10B ആണ്, കുറച്ചുകൂടി ഡെപ്ത് കിട്ടാനായിട്ട്. ആ 10B പെൻസിൽ പെട്ടെന്ന് മൊനയൊടിയും. അത് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ശ്രദ്ധിക്കണം. ലൈറ്റ് പ്രഷർ മാത്രം യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് കൊടുക്കുക. ഈ ഒരു ഭാഗത്ത് നല്ല ഡാർക്ക്നെസ് ഉണ്ട്. 10B കൊണ്ട് തന്നെ ഞാനത് ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഭാഗം നോക്കുക. ഇവിടെയും കുറച്ചുകൂടി ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. ഡാർക്കല്ല, ഡാർക്കസ്റ്റ് ടോൺ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ആവശ്യം. അതിനനുസരിച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കണം, വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. സമയം എടുത്തിട്ട് തന്നെ ചെയ്യണം. ആ തിരക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും ശരിയാവില്ല. ഈ ഒരു ഭാഗത്തും ആ ഡാർക്ക്നെസ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ റഫറൻസ് നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾ ഷെയ്ഡ് കൊടുക്കുക. ഏതൊക്കെ ഭാഗത്ത് ലൈറ്റ് ടോൺ ആണ്, മിഡ് ടോൺ ആണ്, ഡാർക്ക് ടോൺ ആണ്, ഡാർക്കസ്റ്റ് ടോൺ ആണ്, ഇതെല്ലാം നല്ലപോലെ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം ഇംപ്ലിമെൻറ്റ് ചെയ്യുക. ഇനി കുറച്ചുകൂടെ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഞാൻ ഒരു ഇറേസർ യൂസ് ചെയ്യുന്നുണ്ട്, ഇറേസർ പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. നോക്കുക, 10B കൊണ്ട് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഇറേസർ പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് മായ്ച്ചെടുക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും, എങ്കിലും നല്ലപോലെ സമയമെടുത്തിട്ട് തന്നെ ചെയ്യുക. നോർമൽ ഇപ്പോൾ ഫസ്റ്റ് ലെയർ HBയോ 2Bയോ ഒക്കെ വെച്ചിട്ട് ചെയ്ത ഭാഗത്ത് നല്ല എളുപ്പത്തിൽ തന്നെ
മായ്ച്ചെടുക്കാനായിട്ട് പറ്റും. ആ ഡാർക്ക് വാല്യൂ കൂടുതലുള്ള ഭാഗത്ത് ഹൈലൈറ്റ് പെൻസിൽ വെച്ച് ഇറേസ് എടുക്കാൻ കുറച്ച് പാടായിരിക്കും. അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, മോണോ സീറോ ഇറേസർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, അതിൽ തെറ്റൊന്നുമില്ല. ഏതൊക്കെ ഭാഗത്താണ് ഹൈലൈറ്റ് കാണാനായിട്ട് പറ്റുന്നത്, ലൈറ്റ് ടോൺ എവിടെയാണ്, ബ്രൈറ്റ്നസ്, ഡാർക്കസ്റ്റ് വാല്യൂ എവിടെയാണ്, ഇതെല്ലാം നല്ലപോലെ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഒബ്സർവേഷന് സമയം കൊടുക്കണം, റഫറൻസ് നമ്മൾ സ്റ്റഡി ചെയ്യണം, എന്നിട്ട് വരയ്ക്കുക, ഷെയ്ഡ് കൊടുക്കുക. പലരും തിരക്ക് പിടിക്കുന്ന ആൾക്കാരുണ്ട്, കണ്ണ് മൂക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ പോർട്രേറ്റ് ഏകദേശം കഴിഞ്ഞല്ലോ, ഇനി പിന്നെ ശ്രദ്ധിക്കാനൊന്നുമില്ല, ബാക്കി സ്പീഡിൽ അങ്ങ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. എല്ലാ ഭാഗങ്ങളും നല്ല പോലെ തന്നെ സമയമെടുത്തിട്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു സൈഡ് ഒന്ന് മൈനോട്ടായിട്ടുള്ളൊരു ഭാഗത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ മതി, നമ്മൾ അതുവരെ ചെയ്തതിൻ്റെ റിസൾട്ട് പോകും. അതുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഇതിൻ്റെ എല്ലാ എലമെൻറ്റും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് നല്ലപോലെ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഷെയ്ഡ് കൊടുക്കുക, വരച്ച് മുമ്പോട്ട് പോവുക. ഇനി ലിപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് ഹൈലൈറ്റ് ഉണ്ട്, കണ്ടില്ല, അത് ലൈറ്റ് ടോൺ HB കൊണ്ട് HB അല്ലെങ്കിൽ 2B കൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് തന്നെ മായ്ച്ചെടുക്കാനായിട്ട് പറ്റും. ഇറേസർ പെൻസിൽ വെച്ച് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഏരിയ ആണ് ഈ പറയുന്ന ലൈറ്റ് ടോണിൻ്റെ മേലെ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്, മായ്ച്ചെടുക്കുക എന്നുള്ളത്. ഇനി ഓരോ വൈറ്റായിട്ടുള്ള ലൈൻ പോലെ കാണാനായിട്ട് പറ്റും ലിപ്പിൻ്റെ ഡീറ്റെയിലിംഗ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഇത് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ മായ്ച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ മേലത്തെ ലിപ്പിൽ ചെയ്ത പോലെ തന്നെ ഇനി ലോവർ ലിപ്പിലും താഴത്തെ ലിപ്പിലും ഡീറ്റെയിലിംഗ് മാർക്ക് ചെയ്യണം. ഇറേസർ പെൻസിൽ തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി, ഒറിജിനാലിറ്റി കാണാനായിട്ട് പറ്റും ലിപ് ഡ്രോയിങ്ങിൽ. ഷെയ്ഡിങ് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇതിന് കുറച്ചുകൂടെ വാല്യൂ ആഡ് ചെയ്യാനുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇനി ലിപ്പിൻ്റെ സെൻറ്റർ ലൈൻ അല്ലെങ്കിൽ ഈ ഒരു കട്ടിങ് നല്ലപോലെ ഡാർക്ക് ചെയ്ത് കൊടുക്കണം. 6B പെൻസിലാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. പെൻസിൽ ഷാർപ്പൻ ചെയ്തിട്ട് വേണം മാർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ലൈൻസിന് കുറച്ചുകൂടെ കട്ടി കൂടി വീതി കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ആയിരിക്കില്ല, ക്യാരക്ടർ മാറിപ്പോകും. പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ട് വേണം ഈ ഒരു ഭാഗം വരക്കാനായിട്ടും കുറച്ച് ഷെയ്ഡിങ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടും.
ഇനി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്യാം. കണ്ടില്ലേ, നോക്കുക. ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടെ ഒരു ഷെയ്ഡ് കാണാനായിട്ട് പറ്റുന്നുണ്ട് ലിപ്പിൻ്റെ. അത് സ്റ്റമ്പ് വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം. ഞാൻ വളരെ സാവധാനത്തിലാണ് ചെയ്യുന്നത്. ഡീറ്റെയിലിങ് ഒന്നുകൂടെ മാർക്ക് ചെയ്തെടുക്കാം ഇറേസർ പെൻസിൽ വെച്ച്. ഇനി നോസ്ട്രിൽ നോക്കുക, മൂക്കിൻ്റെ ഹോള്, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഔട്ട്ലൈനിൽ എവിടം തൊട്ട് എവിടം വരെയാണോ കാണുന്നത് ഡാർക്ക് വേണ്ട ഭാഗം നോക്കി ഡാർക്ക് ചെയ്ത് കൊടുക്കുക. 6B പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വരച്ചെടുക്കുന്നത്. കണ്ണുകളിലെ ഐബോള് നല്ലപോലെ ഡാർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നോസ്ട്രിലും നമ്മൾ ഡാർക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഡ്രോയിങ്ങിനെ എങ്ങനെ റിയലിസ്റ്റിക് ആക്കാം, കുറച്ചുകൂടെ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാനൊരു PDF ഫയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഞാൻ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അത് കാണാത്തവർ അത് ചെക്ക് ചെയ്ത് നോക്കുക. അതിൽ ഓരോ പോയിന്റ്സ് ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബിഗിനേഴ്സ് സ്കിപ്പ് ചെയ്ത് പോകുന്ന പല ഭാഗങ്ങളും അതിൽ ഓരോ പോയിന്റ് ബൈ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ക്ലാസ് കാണുക. അപ്പോൾ കറക്റ്റ് ബൾബ് ഓൺ ആവും. ഇനി ഈ ഒരു ഭാഗത്ത് ഹെയർ ആണ്, താഴേക്കുള്ള ഭാഗം. അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഷെയ്ഡ് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് ചെവിയുടെ ഔട്ട്ലൈൻ, ചെവിക്കുടയുടെ ഭാഗങ്ങളും ഡീറ്റെയിലിങ്ങും നമുക്കൊന്ന് 2B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് വരച്ചെടുക്കാം.
ഇതിൽ ഷെയ്ഡ് വേണ്ട ഭാഗങ്ങൾ നമുക്ക് ട്യൂബ് കൊണ്ട് തന്നെ ലൈറ്റ് ടോൺ മിഡ് ടോൺ ക്രിയേറ്റ് ചെയ്തെടുക്കാം. പ്രഷർ നോക്കണം, പെൻസിൽ ഹോൾഡ് ചെയ്യുന്ന രീതി. ഇനി ഫേസ് നമുക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട് കവിൾത്തടം. ബ്രഷിൽ ഓൾറെഡി ഗ്രാഫൈറ്റിൻ്റെ പൗഡേഴ്സ് ഉണ്ട്, കണ്ടൻസ് ഉണ്ട്. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ഇപ്പോൾ കവിൾത്തടത്തിന് ഒരു ഷേപ്പും ഒരു എന്താ പറയുക ഒരു രീതിയുണ്ട്. അതിനനുസരിച്ച് തന്നെ ഷെയ്ഡ് കൊടുക്കുക, ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി ട്യൂബി പെൻസിൽ യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു എഡ്ജ് ഈ ഒരു ഭാഗത്ത് ഡാർക്കായിട്ടാണ് കാണുന്നത്, ഷെയ്ഡിങ്. ഓക്കെ, ഒരിക്കലും ഔട്ട്ലൈൻ എന്നല്ല പറയുന്നത്. ഔട്ട്ലൈൻ ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ചെയ്തത്. ഈ ഒരു ഭാഗത്ത് ഷെയ്ഡ് വരാനുണ്ട് കുറച്ചുകൂടെ കട്ടിയിൽ. മിഡ് ടോൺ ആണ് വരുന്നത്, ലൈറ്റ് ടോൺ അല്ല. അപ്പോൾ അതിനനുസരിച്ച് ട്യൂബി പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഷെയ്ഡ് കൊടുക്കണം. എന്നിട്ട് പിന്നീട് അത് ബ്ലെൻഡ് ചെയ്യണം. അപ്പോഴാണ് ആ ഒരു കവിൾത്തടത്തിൻ്റെ ഒരു ഭംഗി കാണാനായിട്ട് പറ്റുന്നത്. എല്ലാ ഭാഗങ്ങളും ഒരുപോലെയല്ല, അത് പ്രത്യേകം നോക്കുക. ഫേസിൽ കുഴിഞ്ഞിരിക്കുന്ന പോർഷൻ, എടുത്ത് നിൽക്കുന്ന ഭാഗം, പിന്നെ അതേപോലെ തന്നെ മിഡ് ടോൺ, ലൈറ്റ് ടോൺ, ഡാർക്കസ്റ്റ് വാല്യൂ, ഇതെല്ലാം നമ്മൾ അതേപടി കാണിക്കണം. നല്ലപോലെ സ്റ്റഡി ചെയ്യണം. ഇനി നമുക്ക് ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഷെയ്ഡ് കൊടുത്ത ഭാഗങ്ങളെല്ലാം ഇതുപോലെ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഈ ഒരു ഏരിയ പലരും സ്കിപ്പ് ചെയ്യാറുണ്ട്. ലൈൻ അങ്ങനെ തന്നെ വെക്കും. ഓക്കെ, അങ്ങനെ ചെയ്യരുത്. ആ ലൈൻസ് നമ്മൾ ഇതുപോലെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്ത് ഇതുപോലെ കവിൾത്തടത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ഫ്ലോ
കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഔട്ട്ലൈൻ ചെയ്തിട്ട് നമ്മളുടെ ഫേസ് കാണിക്കുന്ന രീതിയല്ല, അതിനെ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ഷെയ്ഡിങ്ങിലൂടെയാണ് ഫേസ് ഓഡിയൻസിനെ പ്രസൻറ്റ് ചെയ്യുന്നത്. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഔട്ട്ലൈൻ ചെയ്തു, അതെല്ലാം ശരിയാണ്. പക്ഷേ ആ ലൈനായിട്ട് അവിടെ മാറ്റി നിർത്തരുത്, ലൈൻസിനെ നല്ലപോലെ ബ്ലെൻഡ് ചെയ്യണം. ഓക്കെ, പലരും ബ്ലെൻഡ് ചെയ്യാറില്ല, ബ്ലെൻഡിങ്ങിന് സമയം മാറ്റി വെക്കുന്നില്ല, അത് മനസ്സിലാക്കുന്നില്ല. ഈ ഒരു ഏരിയ നല്ലപോലെ നോക്കി മനസ്സിലാക്കുക. ബ്ലെൻഡ് ചെയ്യേണ്ട ഓരോ ഭാഗങ്ങളും ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇനി റൈറ്റ് സൈഡിലെ കവളിൻ്റെ ഈ ഒരു പോർഷൻ കുറച്ച് മിഡ് ടോൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. 2B പെൻസിൽ യൂസ് ചെയ്ത് നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. ഇനി ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ കവളിൻ്റെ ഒരു ഇത് നോക്കുക, റൗണ്ട് ഷേപ്പ് പോലെ, അതിനനുസരിച്ച് തന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഉരുട്ടിയെടുക്കണം കവള്. ഓക്കെ, അത് തന്നെ. ഇനി
ജോയുടെ ഈ ഒരു പോർഷൻ, ആ താടിയുടെ ഒരു ഭാഗത്തുള്ള ലെയർ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുപോലെയുള്ള ലെയർ നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാനും ഒരു റിയലിസ്റ്റിക് എഫക്റ്റ് കൊണ്ടുവരാനും പേപ്പർ സ്റ്റമ്പാണ് ഏറ്റവും ബെസ്റ്റ്. അത് നല്ലപോലെ തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി വരയ്ക്കുന്ന സമയത്ത് സ്മഡ്ജായി പോകാതിരിക്കാൻ നമ്മളുടെ കൈയുടെ അടിയിൽ ഇതുപോലെ ഒരു വൈറ്റ് പേപ്പർ വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എന്നിട്ട് കൈ അതിൻ്റെ മേലെ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ട ഭാഗങ്ങളൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഡ്രോയിങ്ങിൻ്റെ പല ഭാഗങ്ങളും കൈ തട്ടി സ്മഡ്ജായിട്ട് അതിൻ്റെ നീറ്റ്നെസ് നഷ്ടപ്പെട്ടു പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് നമുക്ക് വേണമെങ്കിൽ ഒരു തുണിയോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു നോർമൽ ഷീറ്റോ എടുത്ത് യൂസ് ചെയ്യാം. അത് നല്ലതാണ്. ഡ്രോയിങ്ങിൻ്റെ നീറ്റ്നെസ് എപ്പോഴും നമ്മൾ നോക്കണം. എന്താ പറയുക, ഡ്രോയിങ്ങിൻ്റെ നീറ്റ്നെസ് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളെ കൊണ്ട് ഹെയറിൻ്റെ ഭാഗം ചെയ്യിപ്പിച്ചത്. ഓക്കെ, മുകളിൽ നിന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം കൈ തട്ടി സ്മഡ്ജാവില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഹെയറിൻ്റെ ഭാഗം പഠിപ്പിച്ചത്. മുകളിൽ നിന്ന് താഴേക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ താഴെ നിന്ന് നേരെ മേലേക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ കൈ തട്ടി പല ഭാഗങ്ങളും സ്മഡ്ജാവും, ഡ്രോയിങ്ങിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. ഇനി ഈ ഒരു ലെയറും നമുക്ക് പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം, ഷെയ്ഡ് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ വരുന്ന റിസൾട്ട് നിങ്ങൾക്ക് നോക്കാം. നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതെല്ലാം പലരും സ്കിപ്പ് ചെയ്യുന്ന ഭാഗങ്ങളാണ്. ഓക്കെ, ജസ്റ്റ് ഒരു ലൈൻസ് മാത്രം കൊടുത്ത് അവിടെ നിർത്തും. അങ്ങനെ ചെയ്യരുത്. ഓരോ ലൈനും ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡിങ് നമ്മളൊരിക്കലും മാറ്റി നിർത്തരുത്. ഈ ഒരു ഭാഗത്തും ബ്ലെൻഡ് ചെയ്യണം. ഇനി ചെവിയുടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡാർക്ക് ചെയ്ത് കൊടുക്കാം. ട്യൂബിയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഹെയർ നമുക്ക് നല്ലപോലെ ഡാർക്ക് ചെയ്തെടുക്കാം. ഫസ്റ്റ് ലെയർ ഞാനിപ്പോൾ ട്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലെയർ ഞാനിപ്പോൾ 10B ആണ് എടുത്തിരിക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ 6p യൂസ് ചെയ്തിട്ട് പിന്നെ അതിന് ശേഷം 10p കൊടുത്താലും മതിയാകും. ഞാനിപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഏരിയ വീഡിയോസിന് അധികം ലെങ്ത് വരാതിരിക്കാനാണ് ഞാനിപ്പോൾ ഹെയറിൻ്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബ്ലെൻഡ് ചെയ്യാം. പേപ്പർ സ്റ്റെമ്പാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആ ചെവിക്കുടയുടെ അകത്തുള്ള ഡീറ്റെയിലിങ്ങും ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ സ്റ്റെമ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് വലിയൊരു പേപ്പർ സ്റ്റെമ്പ് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് നോക്കി ഈ ഒരു ഭാഗം കവർ ചെയ്തെടുക്കാം. കുറച്ചുകൂടെ ഒരു മിഡ് ടോണിൻ്റെ ആ ഒരു കളറ് എടുത്തു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കുറച്ച് വലിയൊരു സ്റ്റെമ്പ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്യുക. അതിൽ ഓരോ പേപ്പർ സ്റ്റെമ്പിനും അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഇഞ്ചും കാര്യങ്ങളൊക്കെ സൈസ് മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ഞാനിപ്പോൾ 4 നമ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഷെയ്ഡ് ചെയ്തെടുക്കണം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ലിപ്പിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യാനായിട്ട് പഠിച്ചു. അതേപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ട് മീശയുടെ പോർഷനൊക്കെ വരക്കാനായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. സ്കിന്നിൻ്റെ കവിളിൻ്റെ ചീക്കിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒന്ന് ഷെയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങി. അടുത്ത പാർട്ടിൽ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ഒന്ന് ക്ലാസ് കാണുക. അതേപോലെ തന്നെ നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് ഒരു കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കരുത്. നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക, ആക്ഷൻ എടുക്കുക. ബി ആൻ ആക്ഷൻ ടേക്കർ. ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നത്. ഇനി ചെവിയുടെ ഭാഗം നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്യേണ്ട ഭാഗങ്ങൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഹൈലൈറ്റ് വേണ്ട ഭാഗത്ത് നമുക്ക് ഇറേസർ പെൻസിൽ യൂസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ചെവിയുടെ ഒരു ഏകദേശ ഐഡിയ കിട്ടുന്നുണ്ടാവും. അതിൻ്റെ ഓൾമോസ്റ്റ് സ്റ്റഡി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ടാവും. അടുത്ത പാർട്ടിലൂടെ ഈ ഒരു ക്ലാസ് കംപ്ലീറ്റ് ആവും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പാർട്ട് പഠിച്ചു, സെക്കൻഡ് പാർട്ട് പഠിച്ചു, ഇത് തേർഡ് പാർട്ടാണ്. ഇത്രയും വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിൽ കാര്യങ്ങൾ ചോദിക്കാം. ഏത് സമയത്തും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. അതിനനുസരിച്ച് ഞാൻ റീപ്ലൈ തരുന്നുണ്ടാവും. റഫറൻസിൽ ഇയർ അധികം ഡീറ്റെയിലിംഗ് ആയിട്ട് കാണുന്നില്ല.
അതിലെങ്ങനെയാണോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതിനനുസരിച്ച് നമ്മൾ ഷെയ്ഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇയറിൻ്റെ ആ ഒരു ഭാഗം ആ ഒരു സ്റ്റഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നോസിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു ഹൈലൈറ്റ് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഞാൻ ഇറേസർ പെൻസിൽ വെച്ച് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക, നിങ്ങളുടെ നോട്ട്ബുക്കിൽ വരയ്ക്കുക, പഠിക്കുക, ആക്ഷൻസ് എടുത്ത് മുമ്പോട്ട് പോവുക. ബി ആൻ ആക്ഷൻ ടേക്കർ. ബൈ.